നെല്ലായി ഗ്രാമപഞ്ചായത്തിൽ വാർഡ് വിഭജനത്തിലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിലും ക്രമക്കേട്. ആരോപണവുമായി UDF നടത്തിയ പ്രതിഷേധ മാർച്ചിൽ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സെക്രട്ടറി ഏകപക്ഷീയമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും CPM-ന് ഒത്താശ ചെയ്യുകയാണെന്നും ചട്ടങ്ങൾ പാലിക്കാതെ നെല്ലായ പഞ്ചായത്തിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും ആരോപിച്ചാണ് UDF പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം സമരം ഉദ്ഘാടനം ചെയ്തു. ഉദ്യോഗസ്ഥർക്കുമേൽ സമ്മർദ്ദം ചെലുത്തി സർക്കാർ അശാസ്ത്രീയമായി വാർഡ് വിഭജനവും വോട്ടർ പട്ടിക ക്രമക്കേടും നടത്തുകയാണെന്നും ബൽറാം പറഞ്ഞു. ഈ നാട്ടിലെ ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ വരാനിരിക്കുന്ന ജനവിധിയെ അട്ടിമറിക്കാനാണ് ശ്രമം നടത്തുന്നത് എങ്കിൽ അത് ഒരു കാരണവശാലും ഈ നെല്ലായ പഞ്ചായത്തിലെന്നല്ല കേരളത്തിലുടനീളം എവിടെയും അത് നടക്കാൻ പോകുന്ന കാര്യമില്ല. ഇവിടെ സാഹിത്ത് പറഞ്ഞ പോലെ 22 വാർഡുകളിലെ വോട്ടർമാരെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിമുറിച്ച് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ മാറ്റാൻ സാധിച്ചേക്കും. പക്ഷെ ഒരാളുടെ വോട്ട് അത് നിങ്ങൾ 15-ാം വാർഡിൽ വെച്ചാലും അയാളെ തെറ്റായ രീതിയിൽ 16-ാം വാർഡിൽ വെച്ചാലും അയാള് വോട്ടിങ്ങിന്റെ ദിവസം രാവിലെ 7 മണിക്ക് ക്യൂവിൽ നിന്നുകൊണ്ട് രേഖപ്പെടുത്താൻ പോകുന്ന വോട്ട് അത് 15-ാം വാർഡിലായാലും ശരി, 16-ാം വാർഡിലായാലും ശരി, 17-ാം വാർഡിലായാലും ശരി നിങ്ങൾക്കെതിരായിട്ട് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇവിടെ ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ പ്രഷറാണ്. കേരളത്തിലുടനീളം ഈ വാർഡ് വിഭജനം എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഒരു പതിറ്റാണ്ടിന് ശേഷം നടപ്പാക്കുമ്പോ അത് വ്യാപകമായ ക്രമക്കേടുകൾക്ക് ഇടവരുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഏതൊരാൾക്കും ബോധ്യമാകുന്ന കാര്യമാണ്. അശാസ്ത്രീയമായ വാർഡ് വിഭജനം എന്ന് പറയുമ്പോ അത് കേവലമായിട്ടൊരു വാക്കല്ല. ഓരോ വാർഡുകളുടെയും വിഭജനത്തിന്റെ മാപ്പ് പരിശോധിക്കുമ്പോൾ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വീടുകൾ ഏതൊക്കെയാണ് എന്ന് പ്രാദേശികമായി നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു യുക്തിയുമില്ലാതെ, ഒരു മാനദണ്ഡവുമില്ലാതെ വാർഡുകൾ അശാസ്ത്രീയമായി വെട്ടിമുറിച്ചിരിക്കുന്നു. അതിനെതിരെ UDF തുടക്കം തൊട്ട് തന്നെ വലിയ രീതിയിൽ പരാതികളും നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോയി. പക്ഷെ ആ പരാതികൾ മുഴുവൻ ഇലക്ഷൻ കമ്മീഷനും കേരള സർക്കാരും അവഗണിക്കുകയായിരുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പിടിവാശിയാണ് അക്കാര്യത്തിൽ നമ്മൾ കണ്ടത്. സ്വന്തം മേന്മയിൽ വിശ്വാസം നഷ്ടപ്പെട്ട സർക്കാരും CPM-ഉം ചില യൂട്യൂബ് ചാനലുകളെ വാടകയ്ക്കെടുത്ത് ദുരാരോപണവുമായി കോൺഗ്രസിനെ വളഞ്ഞിട്ട് വേട്ടയാടുകയാണെന്ന് ബൽറാം പറഞ്ഞു. ഇത്ര വ്യാപകമായ രീതിയിൽ ഈ വോട്ടർ പട്ടികയിൽ കൃത്രിമം നടക്കുമ്പോ എന്നെ തുടങ്ങിയ ചോദ്യത്തിലേക്ക് വീണ്ടും തിരിച്ചു കഴിയുക, എങ്ങനെയാണ് ജനാധിപത്യത്തിൽ ആളുകൾക്ക് വിശ്വാസം അർപ്പിക്കാൻ സാധിക്കുക? ഒരു കാര്യം ഉറപ്പാണ്, സ്വന്തം നിലയ്ക്ക് സ്വന്തം പ്രവർത്തനങ്ങളുടെ മേന്മയുടെ ഭാഗമായി അധികാരത്തിലേക്ക് തിരിച്ചു വരാമെന്ന് അത് ഈ പഞ്ചായത്തിലെന്നല്ല കേരളത്തിലുടനീളം LDF-നും CPM-നും വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ ദുർഭരണം ഈ നാട്ടിലെ ജനങ്ങൾ കൃത്യമായി വിലയിരുത്തുമ്പോ ആ ജനകീയ ചർച്ചകളിൽ നിന്ന് വിഷയങ്ങളെ വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടി ഓരോ ദിവസവും മാധ്യമങ്ങളെയും സാമൂഹ്യ മാധ്യമങ്ങളിലെ ചില യൂട്യൂബ് ചാനലുകളെയും ഒക്കെ വാടകയ്ക്കെടുത്തുകൊണ്ട് കോൺഗ്രസിന് നേരെ, UDF-ന് നേരെ നട്ടാൽ കുരുക്കാത്ത നുണകളുമായി, ദുരാരോപണങ്ങളുമായി, വ്യക്തിഹത്യകളുമായി CPM-ഉം അതിന്റെ നേതൃത്വവും കടന്നു വരുമ്പോ ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. നേരാമണ്ണം ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ സ്വന്തം മികവിന്റെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഏത് ഹീനമാർഗം ഉപയോഗപ്പെടുത്തിയിട്ടാണെങ്കിലും ശരി UDF-നെയും അതിന്റെ നേതൃത്വത്തെയും ഓരോരുത്തരെയായി വളഞ്ഞിട്ട് വേട്ടയാടാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുമായി അവർ കടന്നു വരുന്നത് എന്ന് ഈ നാടിന് കൃത്യമായി ബോധ്യമാവുന്നുണ്ട്, തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് PP അൻവർ സാദത്ത് മുഖ്യപ്രഭാഷണം നടത്തി. UDF കൺവീനർ മൂസ പേങ്ങാട്ടിരി സ്വാഗതം പറഞ്ഞു. UDF നെല്ലായ പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ മേലാടയിൽ വാപ്പുട്ടി അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷബീർ നീരാണി, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് N ജനാർദ്ദനൻ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഹംസത്ത് മാടാല, N ബിജു, KMK ബാബു, M വീരാൻ ഹാജി, KP മുഹമ്മദ്, മാടാല മുഹമ്മദ് അലി, MT നാസർ, N രാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി.